ഈ ഒരു കടയിൽ നിന്ന് 1 കിലോ ഡ്രസ്സ് എടുത്താൽ വെറും 898. 1 കിലോ തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പീസാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഈ ചെരുപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് മനസ്സിലാവുന്നില്ലേ? പിന്നെ ഈ ഒരു കടയിലാണെങ്കിൽ ഏതെടുത്താലും 30 രൂപ. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഓണമൊക്കെ വരാറായില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാലയൊക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് തപ്പി ഇറങ്ങിയതാട്ടോ. ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 3 സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾ SM സ്ട്രീറ്റിൽ പോകുമ്പോൾ നിർബന്ധമായിട്ട് ഈ കടയിലൊന്ന് കയറിയിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ SM സ്ട്രീറ്റിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയാണ് കേട്ടോ ഞങ്ങൾ ഈ കടകളിലേക്കെല്ലാം പോയത്. പോകുന്ന വഴിയാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട്. ഹിന്ദിക്കാരാണെന്നാണ് തോന്നുന്നത്, കാരണം പാടുന്നത് ഹിന്ദി പാട്ടാണ്. ഹസ്ബൻഡും വൈഫും ആണോ എന്നറിയില്ല, അവരവരുടെ ജോലി എടുക്കുന്നു. ഒരുപാട് ആൾക്കാർ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചവിടെ നിന്ന് നേരെ വിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു SM സ്ട്രീറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് ഇതുവരെ അറിയാത്ത ആൾക്കാർ, എങ്ങനെ വരണം എന്നറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടുന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ. ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ അല്ലെ അതിൻ്റെ മുകളിലോ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് പുറകിലാണ്. നമുക്കിവിടേക്ക് നടന്നു വരാം. ഇതൊരു ഉച്ച സമയമായതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. പോരാത്തതിനൊരു വർക്കിംഗ് ഡേയും. സൺഡേസൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടകളിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ഒരു അച്ചാച്ചനെ ഞാൻ കാണുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു അച്ചാച്ചനുണ്ട്. ആളുടെ കയ്യിലാണെങ്കിൽ ബാഗുണ്ട്. ഈ വയസ്സുകാലത്തോ ഇദ്ദേഹം ഇങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ അത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പം സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിച്ചാൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഈ ഡയലോഗ് അടിക്കാതെ വാങ്ങിക്കാത്തത് സാധനം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ ഒരു അച്ചാച്ചൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആരുടെ മുന്നിലും കൈ നീട്ടാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വർക്ക് ചെയ്യുന്നത്. ഇന്ന് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ കട ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ SM സ്ട്രീറ്റ് കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ. നല്ല ബാഗുകളുണ്ട് കേട്ടോ. റേറ്റും അഫോർഡബിൾ ആണ്. ഈ ഒരു ബാഗൊക്കെ നിങ്ങൾ കടകളിൽ കയറി നോക്കിയാൽ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ രാധാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ രാധാ തിയേറ്ററിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഒരു ഫാമിലി മാളുണ്ട്. അവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടെ ഞങ്ങളൊന്ന് കയറി നോക്കിയേ. 299 രൂപയ്ക്കൊക്കെ ജീൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി നോക്കാമെന്ന് വിചാരിച്ചത്. എന്താണ് ഓഫർ എന്ന് അറിഞ്ഞാലല്ലേ നിങ്ങളോട് എനിക്കത് പറയാൻ പറ്റുള്ളൂ. ആര്യഭവൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറിയ സമയത്താണ് ജീൻസ് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിന് 600-800 രൂപയാവും. അല്ലാത്തൊരു മോഡലുണ്ട്, അതിനാണ് 299. അങ്ങനെ മുകളിൽ കയറിയ സമയത്ത് നല്ല കുറേ ക്രോപ്പ് ടോപ്പുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ജീൻസ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അങ്ങനെ കളക്ഷൻസ് എല്ലാം നോക്കി നോക്കുമ്പോൾ അത്യാവശ്യമുണ്ട്, ജീൻസും ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു മോഡൽ ആ ഒരു റേറ്റിന് എനിക്ക് അവിടെ കാണാത്തതുകൊണ്ട് തന്നെ കൂടുതലൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. കുറച്ച് സാധനങ്ങൾ നോക്കി അങ്ങനെ തിരിച്ചിറങ്ങി. കാരണം എനിക്കിപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്കൊന്ന് പോയി നോക്കാം. പിന്നെ നമ്മുടെ മെയിൻ സ്പോട്ടായിട്ടുള്ള 1 കിലോ ഡ്രസ്സിന് 898. കഷ്കയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കഷ്കേൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് SM സ്ട്രീറ്റിൽ നിങ്ങളൊരു 200 മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ റൈറ്റ്, അവിടെ നിന്ന് ഒരു 50 മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും റൈറ്റ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞുതരും. ഈ ഒരു കടയുടെ പേര് കോസ്. നിങ്ങളിവിടെ ഒരു ബോർഡ് കാണുന്നില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ. വളരെ ഇടുങ്ങിയ സ്റ്റെയറാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓപ്പൺ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ തിരക്ക് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ചെരുപ്പുകളുണ്ട് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, ഒരു ലീവുള്ള ദിവസമല്ല, ഒരു വർക്കിംഗ് ഡേ ആണ്, എന്നിട്ടാണ് ഈ തിരക്ക്. ആക്ച്വലി ഞാനിന്നിവിടെ കയറിയത് എനിക്കൊരു ജീൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ബ്ലാക്ക് ജീൻസ് ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ അത്യാവശ്യം പുതിയ കളക്ഷൻസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രോപ്പ് ടോപ്പുകളും അതേപോലെ തന്നെ കൊറിയൻ ടോപ്പുകൾ, ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കോളേജ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഈ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതും ഹോൾസെയിലായിട്ടും ഉണ്ട്, റീറ്റെയിലായിട്ടും ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കടയുടെ പേര് ബ്രദേഴ്സ് എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കടയിലേക്ക് കയറാൻ തന്നെ സ്പേസ് വളരെ കുറവാണ്. അത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന അവർക്കായിരിക്കും ഇത് കുറച്ചുകൂടെ പറഞ്ഞു തരാൻ എളുപ്പം. ഞാനൊരു സാധനം നോക്കാൻ വേണ്ടി കയറിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഫ്ലോർ മാത്രമാണോ അല്ല അതിൻ്റെ മുകളിലുണ്ടോ എന്നറിയില്ല. എല്ലായിടത്തും സാധനമാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതായത് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഇല്ലാത്തതൊക്കെ. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തായാലും ഇവിടെ കിട്ടും. ഹോൾസെയിലുണ്ട്, റീറ്റെയിലും ഉണ്ട്. സൺഡേ ഓപ്പൺ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പം ഞാൻ ആക്ച്വലി മാല ഉണ്ടാക്കേണ്ട ഐറ്റത്തിനാണ് പോയത്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാലാന്ന് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച സാധനം എത്തുള്ളൂ. കാരണം ഓണത്തിന് ഇനിയും ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതല്ലാതെ എന്തെങ്കിലും ഐറ്റങ്ങൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ പോയി നോക്കിയാൽ മതി. കമ്മലുകൾ, മാലകൾ, അതേപോലെ തന്നെ ഡ്രസ്സിന് യൂസ് ചെയ്യുന്ന ഡിസൈനുകൾ, നൂലുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യമുണ്ട്. അപ്പം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിയാൽ മതി. ഇതല്ലാതെ വേറെ ഏതെങ്കിലും കട അറിയുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സജസ്റ്റ് ചെയ്യണേ. എനിക്ക് ഈ ഒരു കടയേ അറിയുള്ളൂ. മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സീസൺ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നീങ്ങാനോ മറയാനോ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും തിരക്കാണ്. ഞാൻ മുൻപ് അങ്ങനെ ഒരു സീസൺ ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം നമ്മുടെ കോയിൻകോ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. ബ്രദേഴ്സ് എന്നാണ് കടയുടെ പേര് വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്കിങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഏതെടുത്താലും 30 രൂപേൻ്റെ ഒരു കടയിൽ കയറിയത്. ഞാൻ ഈ SM സ്ട്രീറ്റിൽ എപ്പോൾ വന്നാലും ഈ ഒരു കടയിലും കൂടെ കയറും. കാരണം നമുക്ക് എന്തുകൊണ്ടും വർത്തായിട്ടുള്ളൊരു കടയാണ് കേട്ടോ. ഈ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി എങ്ങനെയാലും ഈ സാധനത്തിനുണ്ട്. അല്ലാത്തൊരു കടയിലൊക്കെ ഉള്ള ഏകദേശ സാധനങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലേക്ക് വേണമെങ്കിൽ കടയിലും കൂടെ കയറി നോക്കാം. കാരണം ഒരുപാട് സാധനങ്ങൾ, അതായത് ചെറിയ ചെറിയ ഐറ്റംസ് ഇല്ലേ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന, അങ്ങനെയുള്ള കുറേ സാധനമുണ്ട്. എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പം വരും. കാരണം കാണുമ്പോൾ നമുക്ക് എല്ലാം എടുക്കണം എന്ന് വിചാരിക്കും. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ വരുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്. പിന്നെ പോകുന്ന ആൾക്കാർ കവർ കൊണ്ടുപോവുക. അല്ലെങ്കിൽ അവിടെ നിന്ന് കവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 20 രൂപ കവറിൻ്റെ ചാർജ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതെടുത്താലും 25 രൂപേൻ്റെ കടയിൽ കയറി. അപ്പോൾ ഇവിടെ കൂടുതലും ഇന്നർ വെയറുകളും അങ്ങനെയുള്ളതാണ്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ വലിയൊരു ക്വാളിറ്റി തോന്നിയിട്ടില്ല. അപ്പം വേണ്ട ആൾക്കാർ മാത്രം കയറിയാൽ മതി. ഇത്രയേ ഉള്ളൂ.